ഹായ് ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിംസ് അൽഗോരിതം ആണ്. അപ്പോൾ പ്രിംസ് അൽഗോരിതം ഓൾറെഡി നമ്മൾ ക്രസ്കൽസ് അൽഗോരിതം ഡിഫൈൻ ചെയ്തു. എന്തിനാണ് ഈ പ്രിംസ് അൽഗോരിതം യൂസ് ചെയ്യുന്നത്? നമ്മുടെ തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ മിനിമൽ സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അൽഗോരിതമാണ് ഇത് പ്രിംസ് അൽഗോരിതം. അപ്പോൾ ക്രസ്കൽസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ പ്രിംസിലേക്ക് വരുമ്പം നമ്മൾ ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ചൂസ് എനി വെർട്ടെക്സ്, എനി ആർബിട്രറി വെർട്ടെക്സ് v1 ഓഫ് ജി എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സ്. കാരണം ക്രസ്കൽ എഡ്ജാണ്, മിനിമം വെയിറ്റ് ഉള്ള എഡ്ജാണ് നമ്മൾ ചൂസ് ചെയ്യുക. പക്ഷേ പ്രിംസിൽ നമ്മുടെ മിനിമം വെയിറ്റ് ഉള്ള എഡ്ജ് അല്ല, പകരം എന്താണ് അതിൻ്റെ ഒരു ആർബിട്രറി ആയിട്ട് ഏതെങ്കിലും ഒരു വെർട്ടെക്സ് നമ്മൾ ചൂസ് ചെയ്യും. കാരണം എന്തായാലും ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, ട്രീ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്തായാലും എല്ലാ വെർട്ടെക്സും വേണം. അതിൻ്റെ ലോജിക്ക് വെച്ചിട്ടാണ് പ്രിംസ് അൽഗോരിതം ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ചൂസ് എൻ എഡ്ജ് E1 is equal to V1 V2 of G such that V2 not equal to V1 and E1 has the smallest weight among the edges of G incident with V1. ഓക്കെ, അപ്പോൾ V1 എന്ന് പറയുന്നത് V2 എന്ന് പറയുന്ന അടുത്തൊരു എഡ്ജ് നമ്മൾ ചൂസ് ചെയ്യണം. സച്ച് ദാറ്റ് V1 ഉം V2 ഉം ഈക്വൽ അല്ലാത്ത വേറൊരു വെർട്ടെക്സിൽ വരുന്ന ഒരു എഡ്ജ് നമ്മൾ ചൂസ് ചെയ്യണം. സച്ച് ദാറ്റ് E1 ഹാസ് സ്മോളസ്റ്റ് വെയിറ്റ് എമംഗ് ദി എഡ്ജസ് ഓഫ് G ഇൻസിഡൻറ്റ് വിത്ത് V1. ഓക്കെ, അപ്പം V1 ആയിട്ട് ഇൻസിഡൻ്റ് ആവുന്ന ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് വെയിറ്റ് ഏതാണുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ചൂസ് ചെയ്യുക. ദെൻ അടുത്തത് ഇഫ് എഡ്ജസ് E1, E2 എക്സെട്ര EI ഹാസ് ബീൻ ചൂസൺ ഇൻവോൾവിങ് ദ n വേർട്ടിസസ് V1, V2 എക്സെട്ര VI പ്ലസ് 1, ചൂസ് എൻ എഡ്ജ് EI പ്ലസ് 1 is equal to VJ VK with VJ belongs to V1 up to VI plus 1 and VK does not belongs to V1 V2 up to VI plus 1. അതായത് ഈ I എഡ്ജസ് ഓൾറെഡി നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു എഡ്ജ് നമ്മൾ ഈ I plus 1 എന്ന് പറയുന്ന ഒരു എഡ്ജ് നമ്മൾ ചൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ എഡ്ജ് ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ആ ചൂസ് ചെയ്യുന്ന എഡ്ജ് ഒരു n വെർട്ടെക്സ് മാത്രം നമ്മൾ ഇതുവരെ സെലക്ട് ചെയ്തിരിക്കുന്ന എഡ്ജസിൻ്റെ n വെർട്ടെക്സ് ആയിട്ട് വരുന്ന എഡ്ജസ് ആയിരിക്കണം, n വെർട്ടെക്സ് ആയിട്ട് വരുന്ന വേർട്ടിസസ് ആയിരിക്കണം. ബാക്കി മറ്റേ n വെർട്ടെക്സ് എന്ന് പറയുന്നത് ഓൾറെഡി ചൂസ് ചെയ്യാത്ത ഒരു വെർട്ടെക്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ E1 ചൂസ് ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, E1 ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്കിനി അടുത്തത് E2 ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ E1-ൻ്റെത് സപ്പോസ് V1 V2 ആണ് n വെർട്ടെക്സ്. ദെൻ നമ്മൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാ, I plus 1, അതായത് 1 plus 1 സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ വരുമ്പം E2 നമുക്ക് ചൂസ് ചെയ്യണം. പക്ഷേ E2 എന്ന് പറയുന്നതിൻ്റെ എഡ്ജ് ഏത് രീതിയിൽ വരണം? E2 എന്ന് പറയുന്നത് ഇത് ഒന്നിക്കിൽ V1 വേറെ ഏതെങ്കിലും ഒരു വാല്യൂ VK അല്ലെങ്കിൽ V2 VK സച്ച് ദാറ്റ് ഈ VK എന്ന് പറയുന്നത് എന്താവാൻ പാടില്ല, V1 ഓ V2 ഓ ആവാൻ പാടില്ല, V1 ഓ V2 അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു വെർട്ടെക്സ്. അപ്പോൾ എടുക്കുന്ന വെർട്ടെക്സ് ഒന്ന് ഒരു n വെർട്ടെക്സ് ആണ്, മറ്റേത് ഒരു വെർട്ടെക്സ്, അതായത് ഒരു എടുക്കുന്ന എഡ്ജിൻ്റെ ഒരു n വെർട്ടെക്സ് ഓൾറെഡി നമ്മൾ ചൂസ് ചെയ്ത ഗ്രാഫിലുള്ള അല്ലെങ്കിൽ ഓൾറെഡി ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പാനിങ് ട്രീൻ്റെ ഭാഗമായിട്ട് തന്നെ ചൂസ് ചെയ്യണം. മറ്റേ n വെർട്ടെക്സ് എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും വെർട്ടെക്സ് ഓൾറെഡി ചൂസ് ചെയ്യാത്ത വെർട്ടെക്സ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ സ്റ്റോപ്പ് ആഫ്റ്റർ n-1 എഡ്ജസ് ഹാസ് ബീൻ ചൂസൺ, അതർവൈസ് റിപ്പീറ്റ് സ്റ്റെപ്പ് 3. വീണ്ടും എന്ത് ചെയ്യുക, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും അൺടിൽ വി ഗെറ്റ് എത്ര, n-1 എഡ്ജസ് ഹാസ് ബീൻ ചൂസൺ. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് തന്നെയാണ്, നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ ക്രസ്കലിൻ്റെ ഇതിൽ കണ്ട അതേ അൽഗോരിതം അതേ ഗ്രാഫ് തന്നെയാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രസ്കൽ നമ്മൾ എടുക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ ക്രസ്കലിൻ്റെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ അൽഗോരിതംസിനെ ബേസ് ചെയ്യാം. ഒന്ന് കണക്റ്റഡ് ആയിട്ട് ചൂസ് ചെയ്തിട്ട് പോവാം. കണക്റ്റഡ് ആയിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം ഒന്ന് സ്പാനിങ് ട്രീ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ അതിനകത്ത് ഏറ്റവും മിനിമം വെയിറ്റ് ഉള്ള എഡ്ജസ് എന്തായാലും വേണം എന്നുള്ളൊരു ഐഡിയ. അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതി ഞാനിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് ഫോളോ ചെയ്തിട്ടുണ്ടായത് ക്രസ്കൽസ് അൽഗോരിതത്തിൻ്റെ കേസ് കണക്റ്റഡ് ആയിട്ട് വരുന്ന രീതിയിലാണ്. പക്ഷേ ജനറലായിട്ട് ക്രസ്കൽസ് അൽഗോരിതത്തിന് എന്ത് ഐഡിയ വേണം നിർബന്ധമില്ല, കണക്റ്റഡ് ആയിട്ട് വരണം എന്നൊരു നിർബന്ധമില്ല. ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ മിനിമം വെയിറ്റ് ഉള്ള എഡ്ജസ് ഇങ്ങനെ നമുക്ക് ചൂസ് ചെയ്ത് പോവാം. ആദ്യം 1 എടുത്തു, ഇവിടെ 1 എടുത്തു, ഇവിടെ നമുക്ക് കണക്റ്റഡ് ആയി പോയതുകൊണ്ടാണ്. അടുത്തത് നമ്മൾ ഏറ്റവും മിനിമം വരുന്ന ഏതാ, 2 ആണ്. അപ്പോൾ 2 എടുത്തു, ദെൻ 3 എടുത്തു, ദെൻ 3 എടുത്തു, ഇങ്ങനെ പോകും. പക്ഷേ ക്രസ്കലിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, കണക്റ്റഡ് ആയിട്ട് തന്നെ വരണം നിർബന്ധമില്ല. പക്ഷേ പ്രിംസിൻ്റെ കേസിൽ ഒരു n വെർട്ടെക്സിന് കണക്റ്റഡ് ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എഡ്ജസ് ബാക്കി എഡ്ജസ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെയിൻ ഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രിംസ് അൽഗോരിതം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം,
അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ആർബിട്രറി ആയിട്ട് ഏതെങ്കിലും ഒരു വെർട്ടെക്സ് ചൂസ് ചെയ്യുന്നു. ഏത് വെർട്ടെക്സ് വേണമെങ്കിലും എടുക്കാം. ഞാൻ തൽക്കാലം V1 എടുക്കുന്നു. V1 തന്നെ എടുക്കണം നിർബന്ധമില്ല. V2 എടുക്കാം, V3 എടുക്കാം, V5 എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ V1 ചൂസ് ചെയ്തു. ഇനി V1 ആയിട്ട് ഇൻസിഡൻ്റ് ആവുന്ന എഡ്ജസ് നോക്കുക. 3 3 1 1 ആണ്. 3 3 1 1. അതിൽ ഏറ്റവും മിനിമം വെയിറ്റ് എന്ന് പറയുന്നത് V1 V4 ആണ്. ഓൾറെഡി നമ്മൾ എഡ്ജസ് ഒന്നും ചൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് 2 അവിടെ അപ്ലിക്കബിൾ അല്ല. കാരണം സ്റ്റെപ്പ് 2ൽ വരുന്നത് എന്താ? സ്റ്റെപ്പ് 2ൽ വരുന്നത് V1 V2 ആണ്. സച്ച് ദാറ്റ് V2 V1 ഈക്വൽ അല്ലാത്ത ലൂപ്പ് അല്ലാത്ത ഏത് എഡ്ജ് വേണമെങ്കിലും മിനിമം വെയിറ്റ് വരുന്ന എഡ്ജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൂസ് ചെയ്യാൻ പറ്റും. ദെൻ ആ എഡ്ജ് നമ്മൾ ചൂസ് ചെയ്തു. ആ എഡ്ജാണ് ഏത്? ഈ പറഞ്ഞിരിക്കുന്ന V1 V2 എന്ന് വിചാരിക്കുക. ദെൻ ഈ V1ലും V2ലും ഇൻസിഡൻ്റ് ആവുന്ന എല്ലാ എഡ്ജസും നമ്മൾ നോക്കുക. ഈ ഒരു എഡ്ജ് ഉണ്ട്, ഈ ഒരു എഡ്ജ് ഉണ്ട്, ഈ ഒരു എഡ്ജ് ഉണ്ട്, സോറി ഈ ഒരു എഡ്ജ്, ഈ ഒരു എഡ്ജ്. അപ്പോൾ 4 എഡ്ജസ് വീണ്ടും 5 എഡ്ജസ് വീണ്ടും വന്നു. അതിൽ ഏറ്റവും മിനിമം വെയിറ്റ് ഉള്ള എഡ്ജ് എന്ന് പറയുന്നത് ഏതാ? അഗെയിൻ 1 തന്നെയാണ്. സോ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ പ്രിംസിൽ എടുക്കുന്നത് ഏതാണ്? ഈ രീതിയിലാണ് പ്രിംസിൽ എടുക്കുക. ദെൻ അടുത്തത് നോക്കുക. അടുത്തത് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വെയിറ്റ് 2 എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് സപ്പോസ് V2 V3ൻ്റെ വെയിറ്റ് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇനിയുള്ള ഈ ഒരു ഇൻസിഡൻ്റ് ആയിട്ടുള്ളതിൽ ഏറ്റവും മിനിമം വെയിറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരുന്നുണ്ട്? 2 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 3 ഉണ്ട്, ഇത്രയും വാല്യൂസ് ഉണ്ട്. അതിൽ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഏതാ? 2 ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്തു. 2 എണ്ണം ഉണ്ട്, ഒന്ന് ഇതും ഉണ്ട്, ഒന്ന് ഇതും ഉണ്ട്. പക്ഷേ അതിലേതെങ്കിലും ഒന്ന് ആർബിട്രറി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. സോ അത് നമുക്ക് കിട്ടിയതാണ് ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ. അത് 1 1 2. ഇവിടെ കിട്ടുന്നത് എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. പക്ഷേ ആ സ്റ്റേജിൽ ഞാൻ റാൻഡം എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു സംഭവം ചൂസ് ചെയ്തു. ഇനി നോക്കുക, ഇനി ഇതെല്ലാം ആയിട്ട് ഇൻസിഡൻ്റ് ആവുന്ന എഡ്ജ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഓൾറെഡി ചൂസ് ചെയ്ത ഈ വേർട്ടിസസ് ഏതൊക്കെയാണ്? V1 V2 V4 V3. ഇതുമായിട്ട് ഇൻസിഡൻ്റ് ആവുന്ന എഡ്ജസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വരും? ഇത് വരും, ഇത് വരും, അതുപോലെ ഇത്. അതിൻ്റെയൊക്കെ വെയിറ്റ് എത്രയാണ്? 3 3 4 2. അതിലേറ്റവും മിനിമം വെയിറ്റ് ഏതാ? 2 ആണ്. പക്ഷേ നമുക്ക് 2 ചൂസ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? 2 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫോം ചെയ്യും? നമുക്കൊരു സൈക്കിൾ ഫോം ചെയ്യും. സോ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന V2 V3 എന്ന് പറയുന്ന എഡ്ജ് നമ്മളവിടെ എന്ത് ചെയ്യുന്നില്ല? ഫോം ചെയ്യുന്നില്ല. സോ അത് ആ എഡ്ജ് നമ്മളവിടെ യൂസ് ചെയ്യില്ല. ഓക്കെ, അതാണ് പ്രിംസിൽ നമ്മൾ ചെയ്യുന്നത്. സോ ആ ഒരു എഡ്ജ് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് അടുത്ത മിനിമം വെയിറ്റ് വരുന്ന ഒരു എഡ്ജ് 3 ആണ്. അത് 2 എണ്ണം ഉണ്ട്. ഒന്ന് ഇങ്ങനെ വരുന്ന V6ലേക്ക് വരുന്നതും ഉണ്ട്, അതുപോലെ V5ലേക്ക് വരുന്നതും ഉണ്ട്. രണ്ടും ഒരേപോലെ വരുന്നതായതുകൊണ്ട് ഞാൻ തൽക്കാലം ചെയ്യുന്നു, ആ പറഞ്ഞിരിക്കുന്ന ഒരു എഡ്ജ് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുന്നു. ഓക്കെ, സോറി ഇത് 4 അല്ല, ഇത് 3 ആയിട്ട് എടുക്കാം. അപ്പോൾ 3 എഡ്ജസ്, 3 എന്തായി? 3 വന്നു. അപ്പോൾ അതിലേതെങ്കിലും റാൻഡം ആയിട്ട് നമ്മൾ ഈ ഒരു എഡ്ജ് ചൂസ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഏറ്റവും ഈ പറഞ്ഞിരിക്കുന്നതായിട്ട് ഇൻസിഡൻ്റ് ആവുന്ന ഏറ്റവും മിനിമം വെയിറ്റ് ഉള്ള എഡ്ജസ് എന്ന് പറയുമ്പം 3 3 4 4 ഇത്രയും വാല്യൂസ് വരും അല്ലേ? പക്ഷെ അതിൽ ഏറ്റവും മിനിമം ഏതാണ്? 3 ആണ്. അതിൽ നിങ്ങൾ ആലോചിക്കുക, ഈ പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, ആ രണ്ട് എഡ്ജസിൽ ഏതെങ്കിലും ഒന്ന് റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുക. ഇത് തന്നെ വേണം നിർബന്ധമില്ല. ഇവിടെ ഉള്ളതും എന്ത് തന്നെയാണ്? 3 തന്നെയാണ് ഞാൻ എടുത്തത്. സോ അത് വേണമെങ്കിൽ നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്ക്, 6 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫല്ലേ ഞാൻ എടുത്തത്. അതിൽ 6 വെർട്ടെക്സും വന്നിനോ നോക്കുക. 6 വെർട്ടെക്സും വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 5 എഡ്ജസ് ഉണ്ട്. സോ ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അസൈക്ലിക് ആണ്, കണക്റ്റഡ് ആണ്. സോ അതൊരു ട്രീ ആണ്. എന്താണ്? സ്പാനിങ് ട്രീ ആണ്. അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 6 6 1 1 2. സോ 10 ആണ്. ഇതാണെന്ത്? മിനിമം വെയിറ്റ് ഉള്ള സ്പാനിങ് ട്രീ യൂസിങ് പ്രിംസ് അല്ലെങ്കിൽ എഴുതാം. ഓക്കെ.